പടിഞ്ഞാറ് കടലും കിഴക്ക് കായലിനുമിടയിലെ ശാന്തസുന്ദരമായ ഗ്രാമമാണ് ആലപ്പുഴയിലെ പല്ലന. മഹാകവി കുമാരനാശാന്റെ ഓർമ്മകൾ പേർന്ന ഗ്രാമം കൂടിയാണ്. കടലും കായലും ചേർന്ന ഗ്രാമത്തിന്റെ തനത് വിഭവങ്ങൾ കാണാൻ ഉച്ചനേരത്തെ ഒരു വീട്ടിലൂണ് കാഴ്ചയിലേക്ക് പോയാലോ? എങ്കിൽ ആലപ്പുഴയിലെ നമ്മുടെ മനീഷ് മഹിപാല സംഘവും പല്ലനയിലെ അമ്പലാശ്ശേരി കടവിലെത്തിയിട്ടുണ്ട്. അവിടെ രാജൻ ചേട്ടന്റെ വീട്ടിലൂണിന്റെ വിശേഷങ്ങൾ ഒന്ന് രുചിച്ച് തന്നെ അറിയാം. ഈ അമ്പലാശ്ശേരി കടവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഹരിപ്പാടിൻ്റെ ഹെഡ് ഭാഗം നാരകത്തറ ജംഗ്ഷൻ ചെന്ന് കയറുന്നത്. ഇവിടെ കേരവൃക്ഷങ്ങളും പ്ലാവും പ്ലാത്തിയും പേരമരങ്ങളും തിങ്ങിക്കുന്ന ഒരു പല്ലനയാറാണ്. മഹാകവി കുമാരനാശാൻ വന്ന് മരിച്ച ഒരു സ്ഥലം കൂടാണ്. എന്നാൽ ഇത് മനോഹരമായ ഒരു സ്ഥലമാണ് പല്ലനയാർ. കുമാരനാശാൻ്റെ സ്മരണകൾ ഉറങ്ങുന്ന ശാന്തസുന്ദരമായ പല്ലനയാർ. കയറും കടൽ കായൽ മത്സ്യബന്ധനവും തൊഴിൽ മേഖലയാക്കിയ ഒരു നാട്. ഈ നാടിൻ്റെ അടുക്കളയ്ക്ക് മറ്റെവിടെയുമില്ലാത്ത കുറേ പ്രത്യേകതകളുണ്ട്. അങ്ങനെ ഒരു അടുക്കള തേടിയാണ് നമ്മുടെ യാത്ര. തോട്ടപ്പള്ളി മുതൽ വലിയഴിക്കൽ വരെ പല്ലനയും തൃക്കുന്നപ്പുഴയും ആറാട്ടുപുഴയും ഒക്കെ ഉൾപ്പെടുന്ന തീരദേശ ഗ്രാമത്തിൻ്റെ മീൻ വിഭവങ്ങൾക്ക് ഒരു പ്രത്യേക രുചിക്കൂട്ടുണ്ട്. പച്ചമീൻ മാത്രം പാകം ചെയ്യുന്ന നാട്ടിൽ നാടൻ മസാലയുടെ ഒരു രുചി വൈവിധ്യം. ആ നാടിൻ്റെ മുഴുവൻ അടുക്കളകളുടെയും അടയാളമായ ഒരു വീട്ടിലൂണ്. പല്ലനയാർ കടന്ന് അക്കരെ അമ്പലാശ്ശേരി കടവിലാണ് അങ്ങനെ ഒരു ഊണ് കിട്ടുന്ന രാജൻ ചേട്ടൻ്റെ വീട്ടിലൂണ്. മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് 2 പ്രൈവറ്റ് ബസ് ജീവനക്കാർക്ക് ഊണ് വിളമ്പി തുടങ്ങിയതാണ് ഈ വീട്. പിന്നീട് അതൊരു പതിവായി, ഊണ് തേടി ആളുകളുടെ ഒഴുക്കായി. രാജൻ ചേട്ടന്റെ കാലശേഷവും അതേ തനിമയോടെ മക്കളും മരുമക്കളും ചേർന്ന് വീട്ടിലൂണ് ഒന്നിച്ചു കൊണ്ടുപോകുന്നു. കടൽ കായൽ മത്സ്യങ്ങളാണ് പ്രധാന വിഭവം. ആറ്റിൽ നിന്നും പിടിക്കുന്ന മത്സ്യങ്ങൾ ജീവനോടെ തന്നെ ഇവിടെ എത്തിക്കും. അടുക്കളയിൽ കയറി ഇഷ്ടമുള്ള മീനുകൾ തിരഞ്ഞെടുക്കാം. നമുക്ക് ഇവിടെ കൂടുതലായിട്ടും സ്പെഷ്യൽ കൊടുക്കുന്നതിന് ആറ്റിലെ മീനാണ് കിട്ടുന്നത്. ആറ്റിലെ മീനത്തെ സിലോപ്പിയ, കരിമീൻ, വരാല് അങ്ങനെയുള്ള മീനുകൾ. അത് ആൾക്കാർ വന്ന് ഏത് മീനാണ് വേണ്ടതെന്ന് വെച്ച് പറഞ്ഞ് അത് എടുത്തിട്ടിട്ട് അതിന് നമ്മൾ അന്നേരം തന്നെ മസാല പുരട്ടി വറുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പാകം ചെയ്യാത്ത മീനുകൾ ജീവനോടെ തന്നെ കലത്തിൽ സൂക്ഷിക്കും. കടലും കായലും അടുത്തു തന്നെ ആയതുകൊണ്ട് കരിമീൻ, വരാൽ, കാരി, ആറ്റുവാള, മഞ്ഞക്കൂരി, തിലോപ്പിയ, അയലമത്തി എന്നിവ സുലഭം. നമുക്ക് മനസ്സ് നിറയുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണം. ഇപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ടേസ്റ്റുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാറുണ്ട്. പക്ഷെ മനസ്സ് നിറയാന്നുള്ളത് അത് വേറൊരു സംഗതി. ഇവർ ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വീടുകളിൽ നമ്മുടെ അമ്മയൊക്കെ തരുന്ന പോലെ ഇനിയും വേണോ എന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ വീട്ടിൽ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവർ ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിപ്പോൾ ആറിൻ്റെ തീരത്താണ്, നമ്മൾ ആറിനെ ഫേസ് ചെയ്തിരുന്നാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ്. വീട്ടിലെ ഊണ് പോലെ തന്നെ മതിയാവോളം മനസ്സ് നിറയെ കഴിക്കാം. എന്ത് വേണം? കക്കാറച്ചി വേണോ? മീൻപീര? ഇത്തിരി മീൻപീര തരട്ടെ? ഇയാൾക്ക് കപ്പ വേണോ? ഇയാൾ ആ ചോറ് തിന്നില്ലല്ലോ. ഇവരെ നമുക്ക് ഫസ്റ്റ് അടിക്കണമെന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്ത്? ഇപ്പോഴത്തെ ഒരു വില വർധന വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഊണിന് ഒരുപാട് ചിലവാണ് വരുന്നത്. ഈ മീനിൻ്റെ വിലകളും പച്ചക്കറിയുടെ വിലകളൊക്കെ. പക്ഷേ എങ്കിലും നമ്മളത് അതിജീവിച്ച് ഇത് ആവശ്യത്തിന് കൊടുക്കുകയാണ്. ഇവിടുത്തെ അച്ഛൻ തുടങ്ങി വെച്ച ആ സംരംഭമാണ്. അത് വളരെ വിജയകരമായിട്ട് വരുന്നവർക്ക് ആവശ്യത്തിന് കൊടുക്കുക. എല്ലാവർക്കും മതിയോ അവർ ആവശ്യത്തിന് കൊടുത്തതിന് ശേഷമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അങ്ങനെ ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഇവിടുത്തെ രീതി അങ്ങനെയാണ്. പല്ലനയിൽ നിന്ന് കടത്തുമാർഗവും ഹരിപ്പാട് ഡാണാപ്പടിയിൽ നിന്ന് 5 കിലോമീറ്റർ റോഡ് മാർഗവും
രാജൻ ചേട്ടന്റെ വീട്ടിലൂണ് കിട്ടുന്ന അമ്പലാശ്ശേരി കടവിലെത്താം. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. വീട്ടിലൂടെ ഇപ്പോൾ നാട്ടിലെല്ലായിടത്തും ഉണ്ട്. പക്ഷേ രാജൻ ചേട്ടൻ്റെ വീട്ടിലൂടൊരു പ്രത്യേകത ഉണ്ട്. ശരിക്കും നമ്മുടെ വീട്ടിൽ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ പറയുന്ന പോലെ ഇയാൾ അത് കഴിച്ചില്ലല്ലോ, അത് കഴിച്ച് ഫസ്റ്റ് അടിക്കുമെന്നൊക്കെ പറഞ്ഞൊരു അത്ര സ്നേഹവാത്സല്യത്തോടെ വിളമ്പുന്ന ആ പറച്ചിൽ കേട്ടപ്പോൾ നമുക്ക് ആ ഒരു വീട് ഫീല് തന്നെ ശരിക്കുമുണ്ട്. അപ്പം പല്ലനാട്ടിലെ പിടയ്ക്കുന്ന മീൻ വിഭവങ്ങൾ അപ്പോൾ അമ്പലാശ്ശേരി കടവിലെത്തി തന്നെ ട്രൈ ചെയ്യുക പ്രിയ പ്രേക്ഷകർ.